അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് ഷിയാക്കൾ ഭരിക്കുന്ന ഇറാനുമായുള്ള മാനസിക അടുപ്പം അത് അധികം വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ ഒരുവിധം എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ഇറാനിലെ ഷിയഈ പണ്ഡിതന്മാർ എന്തു തന്നെ പ്രചരിപ്പിച്ചാലും അതെല്ലാം മലയാളക്കരയിൽ അതീവ താല്പര്യത്തോടു കൂടി പരിചയപ്പെടുത്താൻ ഒരു സ്പേസ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളിൽ, അത് പ്രബോധനത്തിലായാലും മീഡിയ വണ്ണിലായാലും അവർ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു പുനർചിന്തയുമില്ലാതെ ആ ദൗത്യം വളരെ ഭംഗിയായി അവർ നിർവഹിക്കുന്നുമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിൽ അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസം അത് അള്ളാഹുവിനെതിരായാലും പ്രവാചകന്മാർക്കെതിരായാലും ഖുർആനിനോ സുന്നത്തിനോ എതിര് നിൽക്കുന്ന എത്ര വലിയ അബദ്ധങ്ങളായാലും അതൊന്നും പരിഗണിക്കാതെ ഷിയാക്കളുടെ ആദർശം കേരളക്കരയിൽ പ്രചരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എന്നും മുന്നിൽ നിൽക്കാറുണ്ട്. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ ഇത്തരം സമീപനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. 1987 ആഗസ്റ്റ് മാസം 1-ാം തീയതി പുറത്തിറക്കിയ പ്രബോധനം വാരികയിലെ 8, 9, 27, 28 പേജുകളിൽ ഷിയ ചിന്തകനായ അലി ശരിയത്തിയുടെ ഹജ്ജ് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങൾ മലയാളക്കരയിലെ ജനകീയ വായനയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിരുന്നു. യാതൊരു പരിശോധനയും കൂടാതെ അവർ അവതരിപ്പിച്ച ഈ ഒരു ലേഖനത്തിലൂടെ അവർ ചവിട്ടിമെതിച്ചത് ആരെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഓരോ സത്യവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഏത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധത കാണിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. തൻ്റെ പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെ ബലി നൽകണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അത് യാതൊരു വൈമനസ്യവും കൂടാതെ ശിരസ്സ വഹിച്ച പ്രവാചകനാണ് അദ്ദേഹം. മുസ്ലിം ഉമ്മത്തിൻ്റെ ആ മാതൃകാ പുരുഷനെ ഏതെങ്കിലും ഒരാൾ ചഞ്ചല ഹൃദയനായിരുന്നുവെന്ന് ആരോപിച്ചാൽ നാം എന്താണ് പറയുക? മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെ അറുക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? സഹോദരങ്ങളെ, ഈ ആരോപണങ്ങളൊക്കെ സത്യവിശ്വാസികളുടെ ഹൃദയത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഷിയ ചിന്തകനായി അറിയപ്പെടുന്ന അലി ശരീഅത്തിയുടെ വീക്ഷണങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പ്രബോധനത്തിലൂടെ പ്രചരിപ്പിച്ചത് എന്തായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയറക്കുക എന്ന തലക്കെട്ട് നൽകിയാണ് അലി ശരീഅത്തിയുടെ ലേഖനം ജമാഅത്ത് ഇസ്ലാമി പരിചയപ്പെടുത്തിയത്. ആ ലേഖനത്തിലെ ഏതാനും ചില പ്രസക്തമായ ഭാഗങ്ങൾ, വളരെ അപകടകരമായ വരികൾ നമുക്കൊന്ന് വായിക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെ ബലിയറക്കുവാനുള്ള നിർദ്ദേശം വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അലി ശരീഅത്തി എഴുതുകയാണ്. അപ്പോഴാണ് കൽപ്പന വരുന്നത്, ഇബ്രാഹിം, താങ്കളുടെ മകൻ്റെ കഴുത്തിന് കത്തിവെക്കുക, സ്വന്തം കരങ്ങൾ കൊണ്ട് അവനെ ബലിയർപ്പിക്കുക. ഈ കൽപ്പന കേട്ടപ്പോൾ ഇബ്രാഹിമിനുണ്ടായ നടുക്കം എങ്ങനെ വിവരിക്കാനാവും? ദിക്സാക്ഷികളായി നാം അവിടെ ഉണ്ടായിരുന്നാൽ പോലും അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ വിനയാന്വിതനായ ദാസനും ചരിത്രത്തിലെ ഏറ്റവും മഹാനായ വിപ്ലവകാരിയുമായ ഇബ്രാഹിം പൊട്ടിത്തകരാൻ തുടങ്ങി. കൽപ്പന കേട്ട അദ്ദേഹം ഞെട്ടിത്തരിച്ചു. പക്ഷേ കൽപ്പന അള്ളാഹുവിൻ്റേതാണ്. സമരം, ഏറ്റവും വലിയ സമരം സ്വന്തത്തോടുള്ള സമരമാണ്. ചരിത്രത്തിൽ ഏറ്റവും വിജയിയായ ആ വീരനായകൻ തകർന്ന് ദുർബലനായി വിസ്മയിച്ചു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നു. എന്തു തീരുമാനമെടുക്കേണ്ടത്? അള്ളാഹുവോ നിങ്ങളോ? താൽപ്പര്യമോ മൂല്യമോ? ആശ്രയത്വമോ സ്വാതന്ത്ര്യമോ? വിശ്വാസമോ വികാരമോ? മ്ലേച്ഛനാവുകയോ അതോ പ്രവാചകനാവുകയോ? അള്ളാഹുവോ ഇസ്മായിലോ? ഇതിനുശേഷവും അലി ശരീഅത്തി എഴുതി, ഒരു പ്രവാചകൻ എന്ന നിലയിൽ താങ്കൾ പരിപൂർണതയുടെ ഉച്ചിയിലെത്തി. എന്നാൽ അനുസരണത്തിൽ താങ്കൾ ഇനിയും പരിപൂർണത നേടിയിട്ടില്ല. അള്ളാഹുവിൻ്റെ സഹയെ, മനുഷ്യൻ്റെ മഹിമയുടെയും അന്തസ്സിൻ്റെയും പരിപൂർണതയുടെയും പ്രതിരൂപമേ, താങ്കൾ ഇബ്രാഹിം തന്നെ. പക്ഷേ
അനുസരിക്കൽ കൂടുതൽ ക്ലേശകരമാണ്. നിങ്ങൾ കേവലാർത്ഥത്തിൽ സ്വതന്ത്രനായിരിക്കണം. അതിനാൽ അമിതമായി ആത്മവിശ്വാസം പുലർത്താതിരിക്കൂ. ഏത് ഉച്ചിയിൽ നിന്നും നിലംപതിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഉച്ചിയിൽ നിന്ന് വീഴുന്നതാണ് ഏറ്റവും ദാരുണവും ദുരന്തപൂർണവും. ഇനിയും തുടർന്ന് അദ്ദേഹം എഴുതി, 2 പോംവഴികളാണ് ഇബ്രാഹീമിനുണ്ടായിരുന്നത്. തൻ്റെ ഹൃദയത്തിൻ്റെ രോദനം കേട്ട് ഇസ്മായിലിനെ രക്ഷിക്കുക, ദൈവകൽപ്പന പ്രകാരം അവനെ അറുക്കുക. ഒരു പോംവഴി തെരഞ്ഞെടുക്കുക നിർബന്ധമായിരുന്നു. സ്നേഹവും സത്യവും തമ്മിലുള്ള സംഘട്ടനമാണ് ഉള്ളിൽ നടക്കുന്നത്. സ്വന്തം ജീവൻ അള്ളാഹു ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് കൂടുതൽ എളുപ്പമായേനെ. ഇബ്രാഹിം സ്വന്തം ജീവിതം അള്ളാഹുവിന് നൽകിയവനാണ്. ഇബ്രാഹിം, താങ്കളുടെ ഇസ്മായിലിനെ നൽകൂ. സംശയമോ? എത്ര അപകടകരവും മാരകവുമാണ് സംശയം. സംശയമുണ്ടാകുമ്പോൾ ആളുകൾ വ്യാഖ്യാനത്തിനും ന്യായീകരണത്തിനും ഓടുന്നു. അതിനുശേഷം വീണ്ടും ഇനിയും ഇതുപോലെയുള്ള അപകടകരമായ വരികൾ അലി ശരീഅത്ത് എഴുതിയിരിക്കുന്നു. ഇനിയും നമുക്ക് വായിക്കാം. ഇബ്രാഹിം, നിന്റെ മകനെ ബലിയർപ്പിക്കൂ. സന്ദേശം വളരെ വ്യക്തമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകന് ഇത് അന്തസംഘർഷം സൃഷ്ടിച്ചു. പിശാചും അള്ളാഹുവും തമ്മിലുള്ള സംഘട്ടനത്തിൽ ഇബ്രാഹിം പരാജയപ്പെട്ടു. മനുഷ്യപ്രകൃതത്തിൽ ഒരു വൈരുദ്ധ്യം എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സ്നേഹവും വികാരവും ജീവിതവും വിശ്വാസവും സ്വന്തവും ദൈവവും തമ്മിലുള്ള സംഘർഷമാണത്. മൃഗവും മനുഷ്യനും, സ്വർഗവും ഭൂമിയും, ഇഹലോകവും പരലോകവും, സത്യവും അസത്യവും, സ്വതന്ത്രവും അടിമത്തവും തമ്മിലുള്ള പോര്. 2ാമത്തെ ദിവസം ഇബ്രാഹിം ഇസ്മായിലിനോട് തനിക്കുള്ള വാത്സല്യവും അള്ളാഹുവിനോടുള്ള ബാധ്യതയും തമ്മിൽ തുലനം ചെയ്തു നോക്കി. ഇസ്മായിലിൻ്റെ ജീവിതം അപകടത്തിലാണ്. പണ്ട് ആദമിനെ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ച പോലെ പിശാച് ഇബ്രാഹീമിനെ ചതിക്കാൻ ഒരുമ്പെട്ടു. മണ്ണും ദൈവിക ചൈതന്യവും തമ്മിൽ ചേർന്ന മനുഷ്യൻ പുത്രനും സന്ദേശവും തമ്മിൽ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാണ്. ശരിയും തെറ്റും തമ്മിൽ വിവേചിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചക, ദൈവത്തിൻ്റെ കൽപ്പന നിറവേറ്റുക നിൻ്റെ ബാധ്യതയാണ്. താങ്കൾക്ക് സ്വന്തം പുത്രൻ്റെ പിതാവായി തുടരാനാണോ ആഗ്രഹം? ഞാൻ എൻ്റെ കൈകൊണ്ട് ഇസ്മായിലിനെ ബലിയർപ്പിക്കണമോ? അതെ, ഞാൻ ദൈവമാർഗത്തിൽ എൻ്റെ പുത്രനെ ബലിയർപ്പിക്കണം. എൻ്റെ ആദർശത്തിന് മുമ്പിൽ വൈകാരിക ബാധ്യതകൾ എത്ര നിസാരം. പിശാച് വീണ്ടും ശ്രമിച്ചു. ഞാൻ കൽപ്പന ശ്രവിച്ചത് സ്വപ്നത്തിലാണല്ലോ, അതെങ്ങനെ യാഥാർത്ഥ്യമാവും? 2ാം പ്രാവശ്യവും ഇബ്രാഹിം പരാജയപ്പെട്ടു. ഇബ്രാഹിം, താങ്കളുടെ മകനെ ബലിയർപ്പിക്കൂ. ഒരു വിശദീകരണം കൊണ്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വ്യക്തമായിരുന്നു ആ സന്ദേശം. ഇബ്രാഹീമിന് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായ കൽപ്പന. പിശാചിന് തൻ്റെ ബുദ്ധിവൈഭവം മുഴുവൻ പ്രയോഗിച്ചാലും അത് മാറ്റിമറിക്കാൻ പ്രയാസമായിരുന്നു. കൽപ്പന ലംഘിച്ചാൽ പിശാചിനെ അനുസരിക്കുക എന്നാണ് അർത്ഥം. ഒരു മഹാഗർത്തത്തിൻ്റെ വക്കിലാണ് ഇബ്രാഹിം. മിനായിൽ പിശാചിനും ദൈവത്തിനുമിടയിൽ നിൽക്കുന്ന ഇബ്രാഹിമിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നു. 2 ശക്തികളുടെയും ഭാഗത്ത് ചേരാൻ അദ്ദേഹത്തിനാവില്ല. ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായ മനുഷ്യൻ, ലോകം ഭരിക്കുന്ന മനുഷ്യൻ ഇവിടെ ദുർബലനായിരിക്കുന്നു. ഖുർആൻ പറയുന്നു, എന്തെന്നാൽ മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്മായിലിനോടുള്ള വാത്സല്യം കാരണം ജീവിതാന്ത്യത്തിൽ ഇബ്രാഹിം പിശാചിനാൽ വഞ്ചിക്കപ്പെടാൻ പോകുന്നു. ഇബ്രാഹിം, താങ്കൾക്ക് പോംവഴി മറ്റൊന്നുമില്ല. അള്ളാഹുവും പിശാചും നിങ്ങളുടെ വലത്തും ഇടത്തുമായിട്ടുണ്ട്. ഏതു മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇല്ല, ഇബ്രാഹിം പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയില്ല. ഇബ്രാഹിമിന് തീരുമാനമെടുക്കുക ദുഷ്കരമായിരുന്നു. ഇസ്മായിലിനോടുള്ള പ്രിയമായിരുന്നു മുമ്പുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് പ്രേരകം. എന്തൊരു വേദനാജനകമായ കൽപ്പന! വൃദ്ധനും നിരാലംബനുമായ ഒരു പിതാവിനും സഹിക്കാൻ പറ്റാത്ത വിധമുള്ള ബാധ്യതയാണ്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഇസ്മായിൽ ഇബ്രാഹിമിനെ ബലിയർപ്പിക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ എളുപ്പമായേനെ. പാടില്ല. യുവത്വം തുളുമ്പുന്ന ഇസ്മായിലാണ് മരിക്കേണ്ടത്. പിതാവ് ദുഃഖിതനും ഏകാഗിയുമായി ജീവിക്കണം മകനെ സ്വന്തം കൈകൊണ്ട്. ഇത്ര ദയനീയമായ അവസ്ഥയിൽ കണ്ടപ്പോൾ ഇബ്രാഹിമിനെ വഴിപിഴപ്പിക്കാൻ പിശാച് ശ്രമിച്ചു. പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. എവിടെ ഭയത്തിൻ്റെയും ദൗർബല്യത്തിൻ്റെയും ശക്തിയുടെയും ലാഞ്ചനയുണ്ടോ അവിടെ പിശാച് തൻ്റെ ദുഷ്കർമ്മങ്ങൾക്കായി പ്രത്യക്ഷപ്പെടുന്നു. ദൈവിക കൽപ്പനയുടെ സത്യം തിരിച്ചറിയാതിരിക്കാൻ അവൻ നിങ്ങളെ ചങ്ങല ചിത്തനാക്കുന്നു. നിങ്ങളുടെ ധനവും സന്താനങ്ങളും ഒരു വലിയ പരീക്ഷണമാണ്. ഖുർആൻ.
അതിനുശേഷം വീണ്ടും അലി ശരീഅത്ത് എഴുതുകയാണ്, മകനോട് കാര്യം പറയുന്നതിന് വായ തുറക്കാൻ പോലും ഇബ്രാഹിമിന് ആദ്യത്തിൽ പ്രയാസമായിരുന്നു. അവസാനം അദ്ദേഹം എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു തുടങ്ങി. ഇസ്മായിൽ, നിന്നെ അറക്കുന്നതായി ഞാൻ ഒരു സ്വപ്നം കണ്ടു. തിടുക്കത്തിലാണ് ഇബ്രാഹിം അത് പറഞ്ഞൊപ്പിച്ചത്. പിന്നെ നിശബ്ദനായി ഭയന്നു വിറളി. ഇസ്മായിലിൻ്റെ കണ്ണിൽ നോക്കാൻ പറ്റാതെ അദ്ദേഹം നിന്നു. ഇസ്മായിലിന് കാര്യം മനസ്സിലായിരുന്നു. പിതാവിനെ ആ അരുമ മകൻ ആശ്വസിപ്പിച്ചു. പിതാവെ, അനുസരണയുള്ളവനായിരിക്കൂ, സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കൂ. ഞാനും അനുസരണയുള്ളവനാണ്. ദൈവസഹായത്തോടെ എനിക്കത് നേരിടാൻ കഴിയും. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു ഇബ്രാഹിം. പക്ഷേ പരിഭ്രമം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. പതുക്കെ എഴുന്നേറ്റ് കത്തിയെടുത്ത് ഒരു കല്ലിന്മേൽ അത് മൂർച്ച കൂട്ടാൻ തുടങ്ങി. തൻ്റെ ഓമന മകനോട് തനിക്കത് ചെയ്യാൻ പറ്റുമോ? ധീരനായ ഇസ്മായിൽ ദൈവാജ്ഞ ശിരസാ വഹിച്ചു. ഒന്നും സംഭവിക്കാനില്ലാത്തതുപോലെ നിന്നു. ഇബ്രാഹിം തൻ്റെ സ്വാർത്ഥ ചിന്തകളെ അകറ്റി ഇസ്മായിലിനെയും കൂട്ടി ബലിസ്ഥലത്തേക്ക് പോയി. അവനോട് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ കാലുകൾ ചവിട്ടിയമർത്തി മുടികൂട്ടി തല പിടിച്ചു പിന്നോട്ടാക്കി. കണ്ടതമ്മനി കാണാൻ ദൈവനാമത്തിൽ കഴുത്തിൽ കത്തിവച്ച് വേഗത്തിൽ അറുക്കാൻ തുടങ്ങി. ആ വൃദ്ധന് എല്ലാം ക്ഷണത്തിൽ തീരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊരു നാശം പിടിച്ച കത്തി! കഴുത്ത് മുറിയുന്നില്ല. കോപത്തോടെ ഇബ്രാഹിം കത്തിയെറിഞ്ഞു. ഇസ്മായിൽ അപ്പോഴും പരിഭ്രമമേതുമില്ലാതെ കിടക്കുകയായിരുന്നു. ഇബ്രാഹിം വീണ്ടും കത്തിയെടുത്തു. അപ്പോഴതാ ഒരു ചെമ്മരിയാട്, ഒരു സന്ദേശവും. ഇബ്രാഹിം, താങ്കൾ ഇസ്മായിലിനെ അറക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. പകരം ഇതാ ഈ ചെമ്മരിയാടിനെ അയക്കുന്നു. താങ്കൾ കൽപ്പന നിറവേറ്റി. അള്ളാഹു മഹാനാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ മഹത്വത്തെ കുറച്ചു കാണിക്കുന്ന ഏത് ആശയവും അത് എത്ര മനോഹരമായ ഭാഷയിൽ പറഞ്ഞാലും അതൊരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം നമ്മുടെ സ്നേഹം അള്ളാഹുവിനോടും അവൻ്റെ ദൂതന്മാരോടുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ സംശയത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ച ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന വായനകൾ അത് ബൗദ്ധിക സ്വാതന്ത്ര്യമല്ല, അത് വിശ്വാസത്തിൻ്റെ അതിരുകൾ തകർക്കുന്ന അപകടകരമായ ഇടപെടലുകളാണ്. അതുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ ആരിൽ നിന്ന് വന്നാലും എത്ര വലിയ പ്രസ്ഥാനത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടാലും മുസ്ലിം സമൂഹം അതിനെ തിരിച്ചറിയുകയും ജാഗ്രത പുലർത്തുകയും വേണമെന്ന് സലഫികൾ പറയുന്നത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിയെ ബലിയറക്കുവാനുള്ള കൽപ്പന വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൊട്ടിത്തകരാൻ തുടങ്ങി. അദ്ദേഹം ഞെട്ടിത്തെരിച്ചു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ചത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ കാലുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പാദം കൊണ്ട് ചവിട്ടിപ്പിടിക്കണമെന്നും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്ക് രക്ഷപ്പെടാൻ കഴിയരുതെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു എന്നാണ് ഇവർ എഴുതി പിടിപ്പിച്ചത്. ഈ കൽപ്പന കേട്ടപ്പോൾ ഇബ്രാഹിമിനുണ്ടായ നടുക്കം വിവരിക്കാനാകില്ലത്രേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ഒരു തീരുമാനമെടുക്കാൻ ദുഷ്കരമായിരുന്നു എന്നാണ്. മകനോടുള്ള പ്രിയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ദൗർബല്യമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകന് ഇത് അന്തസംഘർഷം ഉണ്ടാക്കുകയും പിശാചും അള്ളാഹുവുമായുള്ള സംഘട്ടനത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരാജയപ്പെടുകയും ചെയ്തു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരിക പഠിപ്പിക്കുന്നത്. മഅദല്ലാ, അള്ളാഹുവിൽ ശരണം. സഹോദരങ്ങളെ, മിനായിൽ പിശാചിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്ക് രണ്ട് ശക്തികളുടെയും ഭാഗത്ത് ചേരാൻ അദ്ദേഹത്തിനാകില്ല എന്ന് ഖുർആൻ വിശദീകരിച്ചു എന്നാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നത്. എന്തുമാത്രം കളവാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്! അള്ളാഹുവിൻ്റെ പേരിൽ കളവ്, പരിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ കളവ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പേരിൽ കളവ്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ പേരിൽ കളവ്. എന്നിട്ട് ഇഖാമത്തുദ്ദീൻ സ്ഥാപിക്കാൻ വേണ്ടി നടക്കുകയാണത്ര ഇവർ. സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്ന അലി ശരീഅത്തിയുടെ ഈ ഒരു വാറോല മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ഇസ്ലാമിക ചരിത്രത്തിൽ ഏത് താളുകളിലാണ് ഇത്തരം ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുക? ഷിയാക്കൾക്ക് ഈ രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കും. സച്ചരിതരായ സ്വഹാബത്തിൻ്റെ വ്യക്തിത്വത്തെ കശാപ്പു ചെയ്ത ആളുകളാണ് അവർ. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി എന്തിനാണ് ഷിയാ പാളയത്തിൽ പോയിക്കൊണ്ട് ഓരോ വ്യതിചലിച്ച ആശയങ്ങളും ഇങ്ങനെ കിളച്ചെടുത്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത്? ഷിയാക്കളോടുള്ള സ്നേഹം ജമാഅത്തുകാരുടെ വിവേകത്തിൽ പോലും ഇരുൾ വീഴ്ത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്. തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങുക. അതാണ് രക്ഷ ലഭിക്കുവാനുള്ള ഏക മാർഗമായി ഇവിടെ നിർദ്ദേശിക്കാനുള്ള പരിഹാരം.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം